പവിത്രം പാർട്ട് 2 അതിൻ്റെ വിശേഷങ്ങളെന്ന് ആരംഭിക്കുകയാണ്. ആദ്യമേ തന്നെ കാണിക്കുന്നത് ഡൽഹി സിറ്റിയാണ്. അവിടുത്തെ ACP ആയിട്ട് തരുണെന്തോ അങ്ങനെ ഒരാൾ പേര് പറയുന്നു അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഭാര്യയും കൂട്ടി ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു ഭാര്യയും കൂട്ടി ഒരു മാളിലേക്ക് പർച്ചേസിങ്ങിന് വരുവാണ്. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടെ ഭയങ്കര സെക്യൂരിറ്റിയും അവരുടെ ഗാർഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഭാര്യയ്ക്ക് അത്ര ഇഷ്ടമാകുന്നില്ല. അപ്പോൾ ഭാര്യ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് കുറച്ച് സ്വാതന്ത്ര്യമായിട്ട് ഒക്കെ പോയി പർച്ചേസൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അതിലേക്ക് മറ്റൊരാൾ കൈ കടത്തുന്ന ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സെക്യൂരിറ്റീസിന് ഒന്ന് ഒഴിവാക്കി നമുക്ക് സ്വസ്ഥമായിട്ട് പർച്ചേസ് ചെയ്യാമെന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം അത് കേൾക്കുകയും ആ ഒരു സെക്യൂരിറ്റിയെ ഒഴിവാക്കിയിട്ട് അവർ മോളിലൊക്കെ കയറുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അവരെ വീക്ഷിച്ചുകൊണ്ട് ഒരു ഗുണ്ടാസംഘം ഇത് മനസ്സിലാക്കിയും അവരെ ആക്രമിക്കാനായിട്ട് അവിടേക്ക് കടന്നു കയറുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് വൈഫിനെ അവിടെ നിർത്തിയതിന് ശേഷം പുറത്ത് ലോക്ക് ചെയ്ത് പുറത്തിറങ്ങി ആ ഗുണ്ടായിട്ട് ഭയങ്കര സംഘർഷവും കാര്യങ്ങളും അവർ തമ്മിലൊരു ഭയങ്കര പിന്നെ ഇടിയും ഒക്കെ അങ്ങനെയൊക്കെ കാണിക്കണം. അവരെല്ലാം കീഴ്പ്പെടുത്തിയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഒരു ACP പറയുന്ന ആൾ. അങ്ങനെ അതിന് ശേഷം അവർ പുറത്ത് ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് വൈഫ് കാണുന്നത് ഇങ്ങനെ ഭയങ്കര സംഘർഷവും അടിപിടിയൊക്കെ നടക്കുന്നതായിട്ടാണ്. അതിനുശേഷം അവരിങ്ങനെ പോകുന്നതായിട്ട് കാണിക്കുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് വേദ ഫസ്റ്റ് ഇങ്ങനെ ഒരു റെയിൽവേ അവിടെ വന്നിറങ്ങുന്നതായിട്ടാണ്. ഡൽഹി സിറ്റിയിലേക്കാണ് വന്നിറങ്ങുന്നത്. അവിടെ ഒരു ഫ്രണ്ടിനെ കാണുന്നു, ശ്വേത. അപ്പോൾ അവരെ കണ്ട് സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ പറയും, ഞാൻ നേരത്തെ ഇതൊന്നും അറേഞ്ച് ചെയ്തിട്ട് ആലോചിച്ചിട്ട് കൂടിയില്ല, അവിടുന്ന് പെട്ടെന്ന് നാട്ടിൽ നിന്ന് കയറിപ്പോകുന്നതാണ്, ഇവിടെ വന്നപ്പോഴാണ് നിൻ്റെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും ഒക്കെ. പിന്നെയാണ് കോൺടാക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ അരികിലേക്ക് വരുന്നു. അവർ ഇനിയിപ്പോൾ പെട്ടെന്നൊരു ജോലി, കോടതിയിലൊക്കെ ജോലി അങ്ങനെയൊന്നും ഇവിടെ വന്ന് പെട്ടെന്ന് കയറാൻ പറ്റില്ല. അങ്ങനെ ഒരു കോൾ സെൻറ്ററിലെ ജോലിക്ക് ശ്രമിക്കുകയാണ്. അപ്പോൾ വേദ ആ സമയത്ത് പ്രഗ്നൻ്റാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. അവിടെ ഒരു ജോലി നോക്കുന്നു. അതിനിടയ്ക്ക് വിശ്രമവേളകളിൽ അവർ പാർക്കിലും അവിടെയൊക്കെ പോയി സമയം ചിലവഴിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഇവരിങ്ങനെ രണ്ടുപേരുടെ കാര്യമൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്ന സമയത്ത് മറ്റൊരു പെൺകുട്ടി അവിടെ അടുത്ത് റീൽ എടുക്കുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോൾ വേദയെ അതൊക്കെ അവരുമായിട്ട് കണ്ട് സംസാരിച്ചൊക്കെ ഇരിക്കുന്നു. അപ്പോൾ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വെച്ചാൽ നാട്ടിൽ ദർശൻ ശ്രീകാന്തിനെ വിളിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ദർശൻ വിളിച്ചിട്ട് പറയുന്നു, എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഒരു റീലെടുത്തു, അത് ഞാൻ അയച്ചിട്ടുണ്ട്, കണ്ടു നോക്കാൻ പറയുകയാണ്. അങ്ങനെ ശ്രീകാന്ത് ആ റീൽ കാണുന്ന സമയത്ത് അതിൻ്റെ ബാക്കിൽ വേദ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോഴാണ് ശ്രീകാന്ത് ആകെ ഷോക്കിംഗ് ആയി പോകുന്നു. അപ്പോൾ മനസ്സിലാവുന്നുണ്ട് വേദ ഇത് ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇവൾ ഡൽഹി സിറ്റിയിൽ ജീവിച്ചിരിപ്പുണ്ടല്ലേ എന്നപ്പോൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട് അവിടെയാണല്ലോ എന്നൊക്കെ അവൻ മനസ്സിൽ കാണുന്നു. അപ്പോൾ അവൻ ഇതുകൊണ്ടാണ് ദർശൻ ഇത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വേദ മരിച്ചു എന്ന് കരുതി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഡൽഹിയിലുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നീട് അതുപോലെ ജയിലിൽ കാണിക്കുന്നു. വിക്രം ആകെ വിഷമത്തിലാണ്. വിക്രത്തിൻ്റെ മനസ്സിൽ മൊത്തം ഇങ്ങനെ വേദയെ തിളുമ്പി നിൽക്കുകയാണ്. വേദയുടെ കാര്യങ്ങളും വേദയായിട്ട് സംസാരിക്കുന്നതും വേദയുടെ പരിചയം അങ്ങനെ ഓരോ കാര്യങ്ങൾ. അവളിപ്പോൾ എവിടെയായിരിക്കും, എങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ള ആകെ ചിന്തയിലാണ്. അതുപോലെ അമ്മയച്ഛനും വിക്രത്തിൻ്റെ മാഷും കമലയും കൂടെ ഉള്ള സംസാരങ്ങൾ കാണിക്കുന്നു. കമല പറയുന്നു, ഇനിയിപ്പോൾ അവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല, അതുപോലെ ഞാനില്ലാതായ മാഷ് ഒറ്റയ്ക്കായി പോരുത്, എത്രയും പെട്ടെന്ന് ആ ഒരു മൂത്ത മകൻ്റെ പേരാണ് ശ്രീജയുടെ അവരുടെ വീട്ടിലേക്ക് വിശ്വത്തിൻ്റെ അടുത്തേക്ക് പോകണം. ശ്രീജ എന്തായാലും നിങ്ങളെ ഒരിക്കലും കൈവിടില്ല, അപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കരുത്, ഒറ്റയ്ക്ക് ഇരിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. എനിക്കെന്തോ മനസ്സിലിങ്ങനെ തോന്നലുണ്ടാകുന്നു, ഞാൻ പോകും എന്നൊക്കെയുള്ള രീതിയിൽ മാഷ് വായി കയറി പിടിക്കുകയാണ്. അങ്ങനെയൊന്നും സംസാരിക്കാതെ, നീ അങ്ങനെയൊന്നും പറയരുത്, അരുതാത്തൊന്നും ചിന്തിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അതല്ല മാഷേ, എൻ്റെ മനസ്സിൽ ഓരോരോ ചിന്തകളിങ്ങനെ കടന്നു. പിന്നെ ഞാൻ മരിച്ചാൽ എൻ്റെ ചിതാഭസ്മം എൻ്റെ വിക്രമും വേദയും അതുവരെ സൂക്ഷിക്കണം, അവർ വന്ന ശേഷം ഒഴുക്കാവും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കമല പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ മാഷിന് ഭയങ്കര വിഷമമാവുന്നുണ്ട്, മാഷിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. നീ ഇങ്ങനെയൊന്നും പറയാതെ, ഇപ്പോൾ എൻ്റെ മനസ്സിൽ വിക്രവും വേദയില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല, അങ്ങനെയൊക്കെയാണ് കമല പറയുന്നത്. എനിക്ക് അവരെ മനസ്സിൽ എന്തൊക്കെയാവും എന്നൊക്കെയുള്ള ചിന്തകളൊക്കെയാണ്. അപ്പോൾ ഏതൊക്കെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്നൊക്കെയുള്ള ചിന്തയും വിഷമവും ഒക്കെയാണ്. പിന്നെ വിക്രത്തിൻ്റെ അവസ്ഥ, വിക്രം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള മറ്റൊരാളുമായിട്ട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് നിരപരാധിയാണെന്നും ഈ കേസ് തെളിയിക്കണമെന്നും എനിക്ക് പുറത്തു വരണമെന്നും ഒക്കെയുള്ള രീതിയിൽ വിക്രവും സംസാരിക്കുന്നുണ്ട്. ഞാൻ നിരപരാധിയാണ്, ഞാൻ തെറ്റിയിട്ടില്ല. മാഷും വന്ന് കാണുമ്പോൾ മാഷും പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ആശ്വസിക്കാം, നമ്മളുടെ മകൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അപ്പോൾ എന്നായാലും അവൻ പുറത്ത് വരും. എൻ്റെ ഇടയ്ക്ക് വേദൊരു ന്യൂസ് കാണുന്നുണ്ട്, വിക്രത്തിന് ജീവപര്യന്തം ശിക്ഷ അനുവദിച്ചു എന്നൊക്കെ. അതൊക്കെ കാണുമ്പോൾ വേദയ്ക്ക് ഭയങ്കര സങ്കടമാവുകയാണ്. പിന്നീട് വേദ ഇതുപോലെ ലേബർ റൂമിൽ ഹോസ്പിറ്റലിൽ പോകുന്നു. അവിടെ ചെക്കപ്പിന് പോകുമ്പോൾ ഇനിയിപ്പോൾ 2 ദിവസം കൂടെയുള്ള ഡേറ്റ്. അപ്പോൾ കൂട്ടുകാർ പറയുന്നു, എനിക്ക് ചിലപ്പോൾ പെട്ടെന്ന് സമയത്ത് എത്താൻ കഴിയില്ല, അതുകൊണ്ട് ഇവളെ 2 ദിവസം മുന്നേ അഡ്മിറ്റ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നു. ആ ഒരു സമയത്ത് ഇങ്ങനെ റൂമിലേക്ക് പോകുന്ന സമയത്ത് അവിടെ മൊത്തത്തിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ആരും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ആളുണ്ട്, അവർ മറ്റ് ചെക്കപ്പിന് പോയേക്കുന്നത്. മറ്റാരും അല്ല, നമ്മുടെ ACPയുടെ ഭാര്യ, ആ കുട്ടി, അവരാണ്
അവർ ഭയങ്കര സംസാരമൊക്കെയാണ്, ഭയങ്കര ഫ്രീ ആയിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവർ ബ്ലീഡിങ് ഒക്കെ ഇങ്ങനെ പോയിരിക്കുകയെന്ന് പറയുന്നു. വന്ന് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്, അങ്ങനെ നമ്മളെ കാണിക്കുന്നു, അവർ തന്നെയാണ് നമ്മളെ കാണിക്കുന്നു. അങ്ങനെ അവരും വേദയായിട്ട് പരിചയപ്പെടുത്തും. കാര്യങ്ങൾ കൂടുതലായിട്ടൊന്നും തുറന്ന് പറയുന്നില്ല, വേദയെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അതിനുശേഷം അവർ ഭയങ്കര ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുന്നവരാണ് കേട്ടോ. അപ്പോൾ ശ്വേത ഫ്രണ്ട് വന്നിട്ട് പറയും, നീ കൂടുതലായിട്ട് അവരിട്ട് എടുക്കരുത്, മനസ്സിലൊന്നും സംസാരിക്കരുത്, കാരണം അവരുടെ മനസ്സിലൊന്നും ഇരിക്കില്ല, ചിലപ്പോൾ എന്തെങ്കിലും തുറന്ന് പറഞ്ഞില്ല. കാരണം വേദയ്ക്ക് ഒരുപാട് ഫ്ലാഷ് ബാക്കും ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ വേദ അവിടെ കിടന്നുകൊണ്ട് തന്നെ വിക്രമായിട്ടുള്ള കാര്യങ്ങളും വിക്രം ഇതുപോലെ പ്രഗ്നൻ്റ് ആവുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞതും, തനിക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ മടിയിൽ തല വെച്ചാൽ കുഞ്ഞുമായിട്ട് ഒരുപാട് നേരം സംസാരിക്കും, വേദയുടെ വയറിൽ തലവെച്ചു, അതൊക്കെ പറഞ്ഞതും ഒക്കെ ഇങ്ങനെ വിക്രം ഓരോന്ന് സംസാരിച്ചതും ആ ഒരു നിമിഷങ്ങളൊക്കെ വേദ ഇങ്ങനെ മനസ്സിലോടി വരുവാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ആ ഒരു തൊട്ടടുത്ത ബെഡിൽ കിടക്കുന്ന അവർ ചോദിക്കുന്നതും പറയുന്നതും ഒക്കെ. അങ്ങനെ അവരുമായിട്ട് നല്ല അടുപ്പമാവുന്നുണ്ട്. പിന്നെ നാട്ടിലുള്ള മറ്റൊരു സ്ത്രീയെ പരിചയപ്പെടുന്നു. അവർ ഇവിടെ സ്ഥലം ചോദിക്കുമ്പോൾ വേദ പെട്ടെന്ന് തിരുവനന്തപുരമാണ് പറയുന്നത്. അപ്പോൾ അവർ പറയും, ഞാൻ കൊട്ടാരക്കരയിൽ നിന്നാണ്, മരുമകളുടെ ഡെലിവറി ആയിട്ട് വന്നതാണ്, അവർക്ക് എന്തോ വിഷയം കോംപ്ലിക്കേറ്റഡ് ആയി, അപ്പോൾ അതിൻ്റെ ചില റിസൾട്ട് എടുക്കാനായിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞ് അവരുമായിട്ടൊക്കെ അങ്ങനെ സംസാരിക്കുന്നു, അവിടെ അടുപ്പമാവുന്നു. അങ്ങനെ രംഗങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അതിനുശേഷം വേദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ആ ഒരു രംഗത്തോടു കൂടിയാണ് അത്രയും കഥ കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള വിശേഷങ്ങൾ ആയിട്ട് വൈകുന്നേരത്ത് വരുന്നതായിരിക്കും. ഒറ്റയടിക്ക് എല്ലാ കഥകളും ഒരുമിച്ച് നമുക്ക് ഓരോരോ എപ്പിസോഡ് അല്ലാത്തതുകൊണ്ട് ഒരുമിച്ച് പറയാൻ കഴിയില്ല. ബാക്കി അതിൻ്റെ അടുത്ത ഒരു പ്രൊമോയിൽ അടുത്ത വിശേഷത്തിൽ പറയാവുന്നതാണ്. ഓക്കെ.